ഹായ് ഓൾ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റോളയിലുള്ള ഒരു പാകിസ്ഥാനി ദർബാറൊക്കെ പോലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടുത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. അങ്ങനെ താഴെ എന്താ പറയുക, ഇതിപ്പോൾ മുകൾ ഭാഗം കേട്ടോ. മുകളിൽ നല്ല എന്താ പറയുക, ഫാമിലിക്കൊക്കെ നല്ല പാർട്ടിയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് നല്ല ഉണ്ട്, അടിപൊളി. പിന്നെ മജ്ലിസ് കണ്ടോ, 3 പ്ലേസായിട്ട് മജ്ലിസുണ്ട്, 3 റൂമായിട്ട് കണ്ടോ, അടിപൊളി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മുകളിൽ കയറിയപ്പോൾ അതാ കണ്ടോ, പാർട്ടി നടത്താൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട് കണ്ടോ. വലിയ ഡൈനിങ് ടേബിളൊക്കെ ആയിട്ട് വലിയ ഫാമിലിക്കൊക്കെ കഴിക്കാം. വാഷ് ബേസിന്, ബാത്റൂമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. മുകളിൽ കയറിയപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ. ഞാനവിടെ കുറേ വീഡിയോ ഒക്കെ എടുത്തു. കുട്ടികളൊക്കെ ബാത്റൂമിൽ, ഹസ്ബൻഡൊക്കെ പാർക്കിങ്ങിന് പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പിന്നെ നമ്മളവിടെ ഇരുന്ന് കുറേ മെനൂസൊക്കെ നോക്കി. നല്ല അടിപൊളി ഐറ്റംസ് ഒരുപാടുണ്ട് അവിടെ. മട്ടൻ തന്നെ പല ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ ചിക്കനിലുണ്ട്. നമ്മൾ കുറേ ഡിസ്കസ് ചെയ്ത് നമ്മൾ പാകിസ്ഥാൻ ഫുഡ് അധികം കഴിക്കാറുണ്ട് കേട്ടോ. പാകിസ്ഥാൻ ദർബാറിലാണ് അധികം പോകാറ്. ദുബായിൽ കിസ്സൈസിലുണ്ട് ഒന്ന്, അത് നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. പിന്നെ കറാമയിലും പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ ഇങ്ങനെ റോളയിൽ നടന്നപ്പോൾ ഫുഡ് കഴിക്കാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം കണ്ട്. പക്ഷെ മെയിൻ അവിടെ നമ്മളെ കേരളക്കാരുണ്ട് കേട്ടോ, മലയാളി വരെ ഉണ്ട് അവിടെ. മാനേജർ മലയാളിയാണ്. പിന്നെ പാകിസ്ഥാനിലാണ് മെയിൻ. ഇത് ഐറ്റംസൊക്കെ പാകിസ്ഥാനി ഫുഡ് തന്നെയാണ്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തത് ഇത് ഫസ്റ്റ് നമ്മൾ ഫുഡിന് മുമ്പ് കിട്ടുന്ന സാലഡ്, അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന എന്താ പറയുക, ഒരു സാധനം. എന്താണെന്നിപ്പോൾ നിങ്ങൾക്ക് അറിയാൻ മതിയാവും. എന്താ വെച്ചാൽ കടിയിൽ എന്തോ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനം. അതായത് ഇതില്ലേ, പുതിന ചപ്പൊക്കെ ഇട്ടിട്ട് അരച്ചിട്ടുള്ള ഒരു സാധനം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഭക്ഷണത്തിന് മുമ്പ് കിട്ടുന്നതാണത്, സാലഡൊക്കെ. നമ്മളതൊക്കെ ഇരുന്ന് കഴിച്ചു. നമ്മൾ ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇതില്ലേ, എന്താ പറയുക, മട്ടൻ കടായും ചിക്കൻ കബാബ്, പിന്നെ ചിക്കൻ ഫ്രൈ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വാങ്ങി. പിന്നെ മട്ടൻ കടായും വാങ്ങി. പിന്നെ തന്തൂരി റൊട്ടി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഇത് സാലഡ് കഴിക്കുന്ന തിരക്കാണ്. സാലഡ് ലാസ്റ്റാണ് നാരകം ഹസ്ബൻഡ് പിഴിഞ്ഞത്. അങ്ങനെ സാലഡൊക്കെ അടിപൊളിയായി ആസ്വദിച്ചിരുന്ന് കഴിച്ചു. അതിൻ്റെ കൂടെ ഒരു കോഫി വാങ്ങിയിട്ട് ഫുഡ് ഇതാണ് കടായിട്ട്. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. മട്ടനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിടക്കുന്നത് നോക്കണ്ട, നല്ല അടിപൊളിയായിട്ട് നല്ല പീസസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ചിക്കൻ ഫ്രൈയും കബാബും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് വാങ്ങിയത്. അതൊരു കോംബോ ആയിരുന്നു. അങ്ങനെ നല്ല വിശന്നുണ്ടായിരുന്നു. നമ്മൾ റോളയിൽ കുറേയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പെറ്റ് മാർക്കറ്റിൽ പോയി. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ കഴിക്കാം കേട്ടോ. വീഡിയോ എടുക്കുന്ന ഇടയിൽ എനിക്ക് കഴിക്കാനും പറ്റുന്നില്ല. എന്താ പറയുക, വീഡിയോ എടുക്കുമ്പോൾ ശരിക്കും ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോഴത്തേക്കൊക്കെ തണുത്ത് പോകും. അവരൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോസൊക്കെ കുറേ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കാൻ തുടങ്ങിയത്. പിന്നെ എല്ലാവരും നന്നായി കഴിച്ചു, എല്ലാം ആസ്വദിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. മട്ടൻ നല്ല ഫ്രഷ് മട്ടനായിരുന്നു, നല്ല സോഫ്റ്റായിട്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ കബാബ് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ. ഞാനത് കുട്ടികൾക്ക് തന്നെ കൊടുത്തു. ഞാൻ ചിക്കൻ ഫ്രൈ കഴിച്ചു കേട്ടോ. ചിക്കൻ ടിക്ക പോലത്തെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു ലെമൺ ടീ, അതെനിക്ക് നിർബന്ധം. ലെമൺ ടീ എനിക്ക് ലാസ്റ്റ് ഒരു നിർബന്ധം. ഒന്നേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ സ്റ്റാർട്ടിങ്ങിലൊരു കോഫി വാങ്ങി. അപ്പോൾ അതും എല്ലാവരും കൂടി കഴിച്ചു. ലെമൺ ടീ അതേപോലെ എല്ലാവരും കൂടി കഴിച്ചു. അങ്ങനെ അവിടെ വീണ്ടും ഒന്നും കൂടി ഞാൻ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഇത് മോന് ബാഗ് കൊണ്ട് തന്നു. അവരൊക്കെ പോയി താഴേക്ക്.
പിന്നെ മുഖമൊക്കെ തുടച്ചു. അങ്ങനെ വീണ്ടും ആ ഭാഗങ്ങളൊക്കെ എടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താഴെ നല്ല വലിയ മജിലിസ് ഉണ്ട് കേട്ടോ. താഴെ വലിയ കയറുന്ന ഭാഗത്ത് തന്നെ വലിയ മജിലിസ് ഉണ്ട്. പിന്നെ നല്ല ഇരിക്കാൻ എല്ലാവർക്കും പറ്റിയ സ്പേസ്, നല്ല അടിപൊളി. താഴെ നല്ല തിരക്കായിരുന്നു. കണ്ടോ, മജിലിസാണത്, കണ്ടോ ആ സൈഡിൽ, അത് ഫുള്ള് വലിയ മജിലിസാണ്. പിന്നെ അങ്ങനെ പുറത്ത് ചാടി നേരെ പാർക്കിങ്ങിലോട്ട് വിട്ടു. ഭയങ്കര പാർക്കിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ. പക്ഷെ പാർക്കിങ് കിട്ടിയിട്ടോ. അതാ നമ്മളെ വണ്ടിയാണ് നേരെ കാണുന്നത്.